welcome back to my channel. So ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ആമസോണിൽ പർച്ചേസ് ചെയ്തിട്ടുള്ള ലോഞ്ചറീസ് ആണ് കാണിച്ചു തരുന്നത്. സോ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുതൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പിന്നെ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഒക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്, സൈഡിൽ നിന്ന് ഫോളോ ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ഞാൻ ഡെയിലി വെയറിന് ഇടാൻ പറ്റിയ ടൈപ്പ് ബ്രാസ് ആണ് കാണിച്ചു തരുന്നത്. അപ്പോൾ ഏറ്റവും ഫസ്റ്റ് വരുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഈ ഒരു ബ്രായാണ്. നേവി ബ്ലൂ കളറിലാണ് ഞാൻ പർച്ചേസ് ചെയ്തത്. വേറെ കളേഴ്സും അവൈലബിൾ ആട്ടോ. ആൻഡ് ഇതാണെങ്കിൽ നോൺ പാഡഡ് നോൺ വയേർഡ് ആയിട്ടുള്ള ബ്രായാണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. കോട്ടൺ മെറ്റീരിയലാണ്. പ്യുവർ കോട്ടൺ, ഫുള്ളി കോട്ടൺ അല്ല, ചെറിയൊരു മിക്സ് ഉണ്ട്. ഇവിടെ താഴെ കൊടുത്തിട്ടുണ്ടാവും കേട്ടോ. 92% കോട്ടൺ ആണിത്. ആൻഡ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ്. ഫ്രണ്ടിലാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് 2 ലെയർ ഉണ്ട്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. ഇതിൻ്റെ ക്വാളിറ്റിയൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇത് ഞാൻ പർച്ചേസ് ചെയ്തത് 379 റുപ്പീസിനാണ്. അടുത്തും സിമ്പിളിൻ്റെ ബ്രായാണ്. ഇത് വേറെ മോഡലാട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള മെറ്റീരിയലാണ്. പിന്നെ ഇവിടെ ആണെങ്കിൽ ഒരു മെഷ് മോഡലാട്ടോ. മേളിൽ ഇവിടെ ഡബിൾ ലെയറാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ്. ഇതിൻ്റെ മെറ്റീരിയൽ അടിപൊളിയാട്ടോ. ഇത് 92% ഇത് കോട്ടൺ ആണ്. ആൻഡ് ഇതിൻ്റെ വേറെ കളേഴ്സ് അവൈലബിൾ ആണ്. സൂപ്പർ കംഫർട്ടബിൾ ആട്ടോ. ഞാൻ മേടിച്ച സ്കിൻ എന്ന് പറഞ്ഞ ഈ ഒരു ഷെയ്ഡാണ്. വേറെ 2 ഷെയ്ഡും കൂടി അവൈലബിൾ ആട്ടോ. ഇത് നോൺ പാഡഡ് നോൺ വയേർഡ് ആയിട്ടുള്ള ബ്രായാണ്. ആൻഡ് ഫുൾ കവറേജ് ആയിട്ടുള്ള ബ്രായും കൂടി ആട്ടോ. ഇത് ഞാനത് പർച്ചേസ് ചെയ്ത് 389 റുപ്പീസിനാണ്. അടുത്തതും സിമ്പിളിൻ്റെ കോട്ടൺ ബ്രായാണ്. ഇത് വേറെ മോഡലാട്ടോ. ഞാൻ ബ്ലാക്ക് ഷെയ്ഡാണ് പർച്ചേസ് ചെയ്ത്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ്. ഇവിടെ ഈ ഒരു ഇത്രയും ഭാഗത്ത് ഡബിൾ ലെയർ ആണ്. നോൺ പാഡഡ് ആൻഡ് നോൺ വയേർഡ് ആയിട്ടുള്ള ബ്രായാണ്. ഷേപ്പർ ബ്രായ കേട്ടോ. ആൻഡ് ഇതിൻ്റെ വേറൊരു ഷെയ്ഡും കൂടി അവൈലബിൾ ആണ്. ആൻഡ് ഞാനത് പർച്ചേസ് ചെയ്ത് 399 റുപ്പീസിനാട്ടോ. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ജോക്കിയുടെ ബ്രായാണ്. എനിക്ക് ജോക്കിയുടെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു കാറ്റഗറിയിൽ നിന്ന് ഞാൻ മുന്നേ ബ്രാസ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. എൻ്റെ മുന്നത്തെ ഹോൾ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിൻ്റെ വേറെ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. ഇത് നേരത്തെ ഞാൻ കാണിച്ച സിമ്പിളിൻ്റെ ആ ഒരു ബ്ലാക്ക് ബ്രായായിട്ട് കുറച്ച് സിമിലർ ആയിട്ട് വരുന്ന ബ്രായാട്ടോ. ഇവിടെ ആണെങ്കിൽ ഇത്രയും ഭാഗത്താണെങ്കിൽ ഡബിൾ ലെയർ ഉണ്ട്. ആൻഡ് ബാക്കിൽ ഇങ്ങനെയാണ്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. സൂപ്പർ കംഫർട്ടബിൾ ആണ്. പിന്നെ ഇതിനാണെങ്കിൽ റേറ്റ് വരുന്നത് 649 റുപ്പീസ് ആട്ടോ. അടുത്ത ഒരു ടീഷർട്ട് ബ്രായാണ്. ഇത് ജോക്കിയുടെ ആട്ടോ. നല്ല അടിപൊളിയായിട്ടുള്ള ബ്രായാട്ടോ. ഞാൻ ഈ ഒരു റേഞ്ചിൽ നിന്ന് ഫസ്റ്റ് ടൈമാണ് പർച്ചേസ് ചെയ്യുന്നത്. അടിപൊളിയായിട്ടുള്ള ബ്രായാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞാൻ വേറെ ഷെയ്ഡ്സും കൂടെ പർച്ചേസ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇവിടെ ഇതിൽ കുറേ കളർ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഇത് നല്ല ലൈറ്റ്ലി പാഡഡ് ആയിട്ടുള്ള ബ്രായാണ്. ആൻഡ് ഇവിടെ ആണെങ്കിൽ ഇങ്ങനെ ലേസ് വെച്ചിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്ട്രാപ്സ് ആണ്. നല്ല കോട്ടൺ മെറ്റീരിയൽ ആട്ടോ. പിന്നെ ഇത് വയർ ഫ്രീ ആയിട്ടുള്ള ബ്രായാട്ടോ. അടിപൊളിയായിട്ടുള്ള ക്വാളിറ്റിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ആൻഡ് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡും കൂടി ഞാൻ പർച്ചേസ് ചെയ്തിട്ടുണ്ട്. ബ്ലാക്ക് ഷെയ്ഡും കൂടി ഞാൻ പർച്ചേസ് ചെയ്തു. ഞാനത് പർച്ചേസ് ചെയ്തത് 799 റുപ്പീസിനാണ്. നെക്സ്റ്റ് വരുന്നത് സിവാമേൻ്റെ ഈ ഒരു ഷോർട്സ് ആണ്. നമ്മൾ ഈ സ്കേർട്ടൊക്കെ ഇടുമ്പം ഡ്രസ്സൊക്കെ ഇടുമ്പോൾ അതിൻ്റെയൊക്കെ അടിയിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഷോർട്സ് ആട്ടോ. അത് ഇതിൻ്റെ ബ്ലാക്ക് ഷെയ്ഡും അവൈലബിൾ ആണ്. അപ്പോൾ ഇത് ഞാൻ ഓൾറെഡി എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. ഞാൻ ഒന്ന് റീസ്റ്റോക്ക് ചെയ്ത് വെച്ചതാണ്. ഇത് ഞാൻ പർച്ചേസ് ചെയ്ത് 1 സൈസ് അപ്പ് ആട്ടോ. എൻ്റെ നോർമൽ മീഡിയമാണ് ഞാൻ പർച്ചേസ് ചെയ്യാറ്. മീഡിയം എനിക്ക് കറക്റ്റാണ്. ലാർജ് ഒന്ന് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നത്. സോ ഞാൻ ലാർജാണ് പർച്ചേസ് ചെയ്തത്. പിന്നെ ഇതിൻ്റെ ഈ ബേജും ബ്ലാക്ക് ഷെയ്ഡും ആണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഞാനിത് പർച്ചേസ് ചെയ്തത് 259 റുപ്പീസിനാട്ടോ. അപ്പോൾ നല്ല കോട്ടൺ മെറ്റീരിയലാണ്. സൂപ്പർ കംഫർട്ടബിൾ ആണ്. ആൻഡ് നമുക്ക് ഈ ഡ്രസ്സിൻ്റെ സ്കേർട്ടിൻ്റെ ഒക്കെ അടിയിൽ ഇടാൻ പറ്റിയ ടൈപ്പ് ഷോർട്സ് ആട്ടോ. അത് നെക്സ്റ്റ് വരുന്നത് ജോക്കിയുടെ പാൻറ്റീസ് ആണ്. ഞാൻ മുന്നേ പർച്ചേസ് ചെയ്തിട്ടുള്ള കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റി ആട്ടോ. അപ്പോൾ 3 എണ്ണത്തിൻ്റെ സെറ്റാട്ടോ ഞാൻ പർച്ചേസ് ചെയ്തത്. അപ്പോൾ ഇതിലാണെങ്കിൽ 4 ഓപ്ഷൻസ് ഉണ്ട്. ലൈറ്റ് കളേഴ്സിൻ്റെ പ്ലെയിന്, ലൈറ്റ് കളേഴ്സിൻ്റെ പ്രിൻറ്റഡ്, പിന്നെ ഡാർക്ക് കളേഴ്സിൻ്റെ പ്ലെയിന്, ഡാർക്ക് കളേഴ്സിൻ്റെ പ്രിൻറ്റഡ്. അപ്പോൾ കളറ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും കേട്ടോ വരുന്നത്. പിക്ചറിൽ കാണുന്നത് തന്നെ ആവില്ല. റാൻഡം പ്രിൻറ്റ്സ്, റാൻഡം കളേഴ്സ് ആയിരിക്കും വരുന്നത്. ഇപ്പോൾ ലൈറ്റ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ
ലൈറ്റ് കളേഴ്സ് റാൻഡം ലൈറ്റ് കളേഴ്സ് ആയിരിക്കും കേട്ടോ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ പ്രിൻറ്റഡും അങ്ങനെയാണ്. പ്രിൻറ്റഡ് നമ്മൾ സെലക്ട് ചെയ്തെങ്കിൽ റാൻഡം പ്രിൻസ് ആയിരിക്കും വരുന്നത്. നമുക്ക് പ്രിൻസ് സെലക്ട് ചെയ്യാൻ അങ്ങനെയൊന്നും പറ്റില്ല കേട്ടോ. ജസ്റ്റ് പ്രിൻറ്റഡ് അങ്ങനെ പറയുന്നുള്ളൂ. ഞാൻ അത് ജസ്റ്റ് കാണിച്ചു തരാം. ഇതാട്ടോ ജോക്കിയുടെ പാൻറ്റീസ്. നല്ല ക്വാളിറ്റി ഉള്ള പാൻറ്റീസാണ്. കോട്ടൺ പാൻറ്റീസാണ്. ഞാനത് പർച്ചേസ് ചെയ്തത് 499 റുപ്പീസിനാണ്. അപ്പോൾ പ്രിൻസും കളേഴ്സും നമുക്ക് സെലക്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. റാൻഡം കളേഴ്സും പ്രിൻസും ആയിരിക്കും വരുന്നത്. നെക്സ്റ്റ് ഞാൻ ജോക്കിയുടെ ഹിപ്സ്റ്റേഴ്സ് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. 3 എണ്ണത്തിൻ്റെ കോംബോ ആട്ടോ. പ്രിൻറ്റഡ് ആട്ടോ, ലൈറ്റ് പ്രിൻറ്റഡ് ആണ് സെലക്ട് ചെയ്ത്. അപ്പോൾ ഇതാണെങ്കിൽ ഇങ്ങനെ ഈ ഹിപ്സ്റ്റേഴ്സ് എന്ന് വെച്ചാൽ ഇതിങ്ങനെ കുറച്ച് കയറിയിട്ടാട്ടോ നിൽക്കുന്നത്. നല്ല ക്വാളിറ്റി ആട്ടോ. എനിക്ക് ജോക്കിയുടെ പ്രൊഡക്ട്സ് ഭയങ്കര ഇഷ്ടമാണ്. ഇതും നേരത്തെ കാണിച്ച പാൻറ്റീസിൻ്റെ സെയിം റേറ്റ് ആട്ടോ വരുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഹോൾ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. ഞാൻ കാണിച്ച എല്ലാ പ്രൊഡക്ട്സിൻ്റെ ലിങ്കും താഴെ കൊടുത്തിട്ടുണ്ട്. സോ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. സോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.